മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യമേ തന്നെ ഓശാന പെരുന്നാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം നേരുന്നു. ഈശോ ഇങ്ങനെ ഒലിവുമലയ്ക്ക് അരികിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള തൻ്റെ രാജകീയ യാത്ര ആരംഭിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഈശോ ഈ ദിവസം തിരഞ്ഞെടുത്തത് എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു യഹൂദ പുരുഷനെ സംബന്ധിച്ചിടത്തോളം, 12 വയസ്സ് തികഞ്ഞ ഒരു യഹൂദ പുരുഷനെ സംബന്ധിച്ചിടത്തോളം, അവൻ നിർബന്ധമായിട്ടും ജെറുസലേം ദേവാലയത്തിൽ വരേണ്ടത് 3 തിരുനാളുകൾക്കാണ്. കൂടാര തിരുനാളും പെസഹ തിരുനാളും പന്തക്കുസ്ത തിരുനാളും. ഇത് പെസഹ തിരുനാളിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ 10,000 വരുന്ന യഹൂദ പുരുഷന്മാര് ജെറുസലേമിൽ ഉണ്ടായിരിക്കുമെന്ന് ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവിടം കൊണ്ടും തീരുന്നില്ല. ഈശോ ഇങ്ങനെ ഒലിവുമലയ്ക്ക് അരികിൽ നിന്നാണ് ജെറുസലേമിലേക്കുള്ള തൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ഇപ്രകാരം തിരുനാളിന് ജെറുസലേമിൽ വരുന്ന ഈ യഹൂദര് അവരിങ്ങനെ ഈ ഒലിവുമലയ്ക്ക് അരികെയുള്ള കുന്നിൻ ചെരുവുകളിലാണ് ടെൻറ്റുകൾ കെട്ടി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും തുടങ്ങുന്ന തൻ്റെ യാത്രയിൽ ഒരു പുരുഷാരം മുഴുവനും തൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. വീണ്ടും നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഈശോയ്ക്ക് ഈ പറയുന്നത്ര ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ജെറുസലേമിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഈശോയ്ക്ക് അധികം അങ്ങനെ സുഹൃത്തുക്കളോ പരിചിതരായ മനുഷ്യരോ ജെറുസലേമിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുനാളിനോട് അനുബന്ധിച്ച് ഗലീലയിൽ നിന്നും ഈശോ വളർന്ന നസറത്തിൽ നിന്നും ഖബർനാമിൽ നിന്നുമൊക്കെ ഈശോയ്ക്ക് പരിചിതരായ, ഈശോയ്ക്ക് തീർത്തും പരിചിതരായ, ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള ഒരു പറ്റം യഹൂദ പുരുഷന്മാർ വരുമെന്ന് ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ ഈ ദിവസം തന്നെ തൻ്റെ ജെറുസലേം യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഒന്നും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതല്ല. ഈശോയുടെ ദൈവഹിതപ്രകാരം പ്രായോഗികമായിട്ട് ഈശോ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം ഇതാണ്. ജെറുസലേം യാത്രയ്ക്ക് വേണ്ടി ഈശോ ഒരു കഴുതക്കുട്ടിയെയാണ് ഉപയോഗിക്കുന്നത്. ശിഷ്യന്മാരോടായിട്ട് ഈശോ പറയുന്നത്, നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കാണും, അതിന് നിങ്ങൾ അടിച്ചു കൊണ്ടുവരണം. ആരെങ്കിലും ചോദിച്ചാൽ ഉടമസ്ഥനോട് പറയണം, യജമാനൻ അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. കൃത്യമായിട്ടും ഒരു കഴുതക്കുട്ടി പോലും ഇങ്ങനെ നിശ്ചയിക്കപ്പെടുകയാണ്. മറ്റൊരിടത്ത് നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാര് ഈശോയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ നിനക്ക് വേണ്ടി എവിടെയാണ് പെസഹ ഒരുക്കേണ്ടതെന്ന്. ഈശോയുടെ മറുപടി, നിങ്ങളൊരു പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ എതിർഭാഗത്ത് നിന്ന് തലയിൽ ഒരു കുടം വെള്ളവുമായിട്ട് ഒരു പുരുഷൻ വരുന്നത് കാണും. അവനോട് നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾ എവിടെയാണ് അത്താഴം ഒരുക്കേണ്ടതെന്ന്. ആ മനുഷ്യനും ഇങ്ങനെ കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെടുകയാണ്. ഓശാന പെരുന്നാളിൻ്റെ ആദ്യ സന്ദേശം അതാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ യാദൃശ്ചികത എന്നൊന്നില്ല, മറിച്ച് എല്ലാം ദൈവഹിതപ്രകാരമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ജെറുസലേമിലേക്ക് പ്രവേശിച്ചു വരുന്ന ഈശോയ്ക്ക് വഴി നടക്കാനായിട്ട് പാവപ്പെട്ട മനുഷ്യർ തങ്ങളുടെ മേൽക്കുപ്പായം ഉൾപ്പെടെ ആ വഴിയിൽ വിരിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ പാവപ്പെട്ടവന്റെ അവസാന പണയ വസ്തു അത് ഈ മേൽവസ്ത്രമാണ്. അതുപോലും ആ മനുഷ്യരെങ്ങനെ ഈ വഴിയിൽ വിരിക്കുന്നതിൻ്റെ അർത്ഥം ഇനി അങ്ങോട്ടുള്ള തങ്ങളുടെ ജീവിതത്തിലെ ഏക ബലവും ആശ്രയവും ഈശോ മാത്രമാണ് എന്നുള്ളതാണ്. ഓശാന പെരുന്നാളിൻ്റെ 2ാമത്തെ സന്ദേശം ഇത് ബലപ്പെടുത്തലിൻ്റെ തിരുനാൾ കൂടിയാണ്. എൻ്റെ ഏക ബലവും എനിക്കുള്ള ഏക ആശ്രയവും ഈശോ മാത്രമാണെന്ന് നമ്മളിങ്ങനെ വിളിച്ചോതുകയാണ് ഈ സമൂഹത്തോട്. സുവിശേഷം ഒരല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈശോ യാത്രക്കൊടുവിൽ ഈ ദേവാലയത്തിൽ കയറി നാണയമാറ്റക്കാരെയും പ്രാവ് വിൽപ്പനക്കാരെയും ഒക്കെ പുറത്താക്കുന്ന രംഗം കൂടി നമ്മുടെ വായനയിലുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ജെറുസലേം ദേവാലയത്തിൽ വരുന്നവര് കാണിക്കയിടുക പതിവുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു നാണയം എടുത്ത് ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചുകൂടാ. അതിന് ടെമ്പിൾ കോയിനുണ്ട്. പക്ഷേ ഈ ബലിയർപ്പിക്കാനായിട്ട് വരുന്നവരുടെ കൈവശം ഇപ്രകാരമുള്ള ടെമ്പിൾ കോയിൻ ഇല്ല. അതുകൊണ്ട് ഇവര് തങ്ങളുടെ കൈവശമുള്ള നാണയം കൊടുത്ത് വലിയ വിലയ്ക്ക് ഈ ടെമ്പിൾ കോയിൻ മേടിച്ച് ഈ ദേവാലയത്തിലെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കും. അതുകൊണ്ട് നാണയമാറ്റക്കാര് ജെറുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. ദൂരദേശത്ത് നിന്നും വരുന്നവർക്ക്
ബലിയർപ്പിക്കാനായിട്ട് പ്രാവുകളെയും ആടുകളെയും കൊണ്ടുവരിക അസാധ്യമായതുകൊണ്ട് അവരും തങ്ങളുടെ കൈവശമുള്ള നാണയം കൊടുത്ത് ഈ പ്രാവുകളെയും ആടുകളെയും ഒക്കെ വലിയ വിലയ്ക്ക് വാങ്ങിച്ച് ബലിയർപ്പിച്ചിരുന്നു. അതുകൊണ്ട് അതും ഈ ജെറുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. ഈശോയെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചത് മറ്റൊന്നാണ്. ഇതെല്ലാം നടന്നിരുന്നത് വിജാതീയര് പ്രാർത്ഥിക്കുന്ന ഇടത്തിലായിരുന്നു എന്നുള്ളതാണ്. വിജാതീയർക്ക് ജെറുസലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശനം അനുവദനീയമല്ലായിരുന്നു. അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരിടം മാറ്റിവെച്ചിരുന്നു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു ഇടത്തിലാണ് ഈ കച്ചവടമെല്ലാം നടന്നിരുന്നത്. ഓശാന പെരുന്നാളിൻ്റെ മൂന്നാമത്തെ സന്ദേശം അതാ, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പാകത്തിൽ വിശാലമായൊരു ഹൃദയം നമ്മൾ രൂപപ്പെടുത്തണമെന്നുള്ളതാണ്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, അവസാനിപ്പിക്കുകയാണ് ഓശാനയുടെ 3 സന്ദേശങ്ങൾ. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ യാദൃശ്ചികത എന്നൊന്നില്ല, എല്ലാം ദൈവഹിതപ്രകാരം നടക്കുന്നതാണ്. രണ്ടാമത്തേത്, ഇത് ബലപ്പെടുത്തലിൻ്റെ തിരുനാളാണ്. എൻ്റെ ഏക ബലവും ആശ്രയവും ഈശോ മാത്രമാണെന്ന് നമ്മൾ വിളിച്ചോതുകയാണ്. ഒപ്പം എല്ലാവരെയും ഉൾക്കൊള്ളാൻ പാകത്തിൽ വിശാലമായ ഒരു ഹൃദയത്തിന് നമുക്ക് ഉടമകളായിട്ട് മാറാം. വിശുദ്ധ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.